ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നഗരത്തിലെ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ വലയുകയാണ് ജനങ്ങൾ. ഫെസ്റ്റിവൽ സീസൺ കൂടി ആയതോടെ റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. മഴയായാലും വെയിലായാലും മണിക്കൂറുകൾ റോഡിൽ നിരന്നു കിടക്കേണ്ട അവസ്ഥയാണിപ്പോൾ. കോഴിക്കോട് നിന്നും വർഷ ഗിരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. അഴിയാക്കുരുക്കിന് അന്ത്യമില്ലേ. കോഴിക്കോട് നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഗതാഗതക്കുരുക്ക്. ഓണക്കാലം കൂടി ആയതോടെ റോഡിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. എരഞ്ഞിപ്പാലം, വെള്ളിമാടുകുന്ന്, മാനാഞ്ചിറ, പാളയം, തൊണ്ടയാട്, മെഡിക്കൽ കോളേജ് തുടങ്ങി നഗരത്തിന്റെ നാനാഭാഗത്തും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. വൈകുന്നേരങ്ങളിലാണ് അതിരൂക്ഷം. മഴ പെയ്താൽ പിന്നെ ദുരിതം ഇരട്ടിയാകും. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണം. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നവീകരണ പ്രവർത്തികൾ, നഗരത്തിലെ ഇടുങ്ങിയ റോഡുകൾ, ലൈൻ മാർക്കിങ്ങുകളുടെ കുറവ്, സിഗ്നലുകൾ പലതും പ്രവർത്തിക്കാത്തത്, അനധികൃതമായ പാർക്കിംഗ് തുടങ്ങിയവയാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണം. ഈ ടൈമിൽ നല്ല തിരക്കുണ്ട്, നല്ലൊന്ന് പോകാനുള്ളൊരു കഴിയില്ല. ഞാൻ പണിയെടുക്കുന്ന ആളാണ്, വണ്ടിയിൽ പണിയെടുക്കുന്ന ആളാണ്. ഒരു വണ്ടിയിൽ നിന്ന് ഓടിക്കുന്ന ഒരു കച്ചവടം കൊണ്ട ആളാണ്, ഒരു റാപ്പിഡോ ഊബറുള്ള ആളാണ്. ഒരു വണ്ടിയിൽ കൊണ്ടുപോകാണെങ്കിലും അവിടെ അല്ലേ എത്തിക്കാൻ കഴിയില്ല. നിങ്ങൾ 1 മണിക്കൂർ പിടിക്കും, അല്ലെങ്കിൽ 10 മിനിറ്റ് പിടിക്കും, അതിന് മുകളിൽ പിടിക്കും, പെട്രോൾ കത്തും ചെയ്യും. കുരുക്കുണ്ട്, കുരുക്കില്ല എന്ന് പറയാൻ കഴിയില്ല. നല്ല കുരുക്കുണ്ട്, നല്ല കുരുക്കാ. അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന ഓട്ടോ തൊഴിലാളികളും ബസ് തൊഴിലാളികളും ടാക്സി തൊഴിലാളികളുമെല്ലാം ഈ ഗതാഗതക്കുരുക്ക് കാരണം വലയുകയാണ്. ഫുള്ള് ടൈം തെറ്റിക്കൊണ്ട് ഓടുന്നു. ഇപ്പോൾ ചെറുണ്ണൊരു ബ്ലോക്ക് അതിനെക്കൊണ്ട് വണ്ടി വഴി തിരിച്ചു വരുന്നതിനെ കൊണ്ട് ഇപ്പം പന്തരാങ്ക റോഡിലൊക്കെ നല്ല ബ്ലോക്ക് തന്നെയാണ്. പോരാത്തിന് റോഡിൻ്റെ നല്ല ഓടി എത്തില്ല വണ്ടിയുടെ ഒന്നും. നേരത്തെ ഇപ്പോൾ കൂടി വന്നപ്പോൾ 3 വണ്ടിയിട്ടാണ് ഇവിടുന്ന് വന്നത്. സ്കൂൾ വിടുന്ന ടൈമിൽ 3 വണ്ടിയാണ് ആപ്പാട് മാനേജരൊക്കെ എത്തി. ബാക്കി ആർക്കും ഓടി എത്താൻ പറ്റിയിട്ട് അവിടെ കിടക്കാനാണ്. ഫുൾ ടൈം ഇവിടെ കുരുക്കാണ്. ഒരു നേരം ഒഴിവില്ല. ഉച്ചക്കായാലും രാവിലെ ആയാലും വൈകിട്ടായാലൊക്കെ കുരുക്ക് തന്നെയാണ്. ശരിയും ഞായറാണ് തീരെ നോക്കണ്ട. ഫുള്ള് പ്രയാസം. വണ്ടി ഓടിക്കാനും കസ്റ്റമറായിട്ട് പോകാനൊക്കെ വലിയ പ്രയാസം അവിടെ. ഓട്ടം തീരെ ഇല്ല. ഓട്ടം ഉണ്ടായിട്ട് കാര്യമല്ല, അത് ബ്ലോക്കിൽ കുടുങ്ങി കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ഓട്ടോ ഡ്രൈവർ നാസർ സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിയെ പരാമർശിച്ച് FBയിലിട്ട പോസ്റ്റ് വൈറലായിരുന്നു. നഗരത്തിനുള്ളിലേക്ക് ഒരാൾ മാത്രമായി വരുന്ന കാറുകൾക്ക് താൽക്കാലിക നിയന്ത്രണമെങ്കിലും ഏർപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം. നാസറിന്റെ നിർദ്ദേശം സ്വാഗതാർഹമാണെന്ന് കമ്മീഷണർ പ്രതികരിച്ചു. ഓട്ടോ തൊഴിലാളി പരാതിയല്ല, അവർ നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിന് ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം സ്വാഗതാർഹമാണ്. പക്ഷേ അതിന് പൊതുജന പിന്തുണ വേണം. അതിന് എതിരെയും അനുകൂലിച്ചും ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു സമഗ്രമായ ട്രാഫിക് സംബന്ധിച്ച പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒരു പൊതുജന അവയർനെസ് പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തിനായി ട്രാഫിക് വാർഡന്മാരുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും പലയിടങ്ങളിലും രൂപപ്പെടുന്നത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വരിയാണ്. ആർക്കും കൃത്യസമയത്ത് എവിടെയും എത്താൻ കഴിയാറില്ല. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. വേണ്ടത് ശാശ്വത പരിഹാരം. അതിനായി അധികാരികൾ ശ്രമിക്കണമെന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം. ക്യാമറാമാൻ അനൂപിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.